ആകെ സ്തംഭിക്കും. പഴയ കാലഘട്ടമല്ല, ഇന്ന് വിറക് വെച്ച് കത്തിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതന്നെ നിർബന്ധം. ഇപ്പം തന്നെ പലരും പിടിക്കലൊടുങ്ങി. വിചാരിച്ചമാതിരി ഗ്യാസ് കിട്ടൂല. പ്രയാസത്തിൽ വമ്പിച്ച പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടിലായിരിക്കും. റഷ്യ പെട്രോൾ കൊടുക്കാന്ന് കരാറായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം റേറ്റ് കൂടാൻ പോകാന്നാണ് പറയുന്നത്. അത് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്ന സത്യമാണ്. ഇപ്പം തന്നെ 100 രൂപ വാണിജ്യ സിലിണ്ടറിന് 100 രൂപ കയറ്റി, 100 രൂപ കയറ്റി, ഡൊമസ്റ്റിക്കിന് 60 രൂപ കയറ്റി പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കൈമേൽ പെട്രോളിയം കമ്പനികളെ കയ്യിൽ സ്റ്റോക്കുള്ള ഈ സാധനത്തിനാണ് ഇപ്പം നിലവിൽ കയറ്റി. ഇനി ഇതിലും കൂടും. ഇത് കൂടാൻ വേണ്ടിയിട്ട് ഇവർ കൃത്യമായിട്ടാണ് ഇപ്പം ഞാൻ ഹോട്ടലിൽ ഇപ്പം മത്സ്യം സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് അപ്പം നമ്മളൊരു ടൗണിലുള്ള ഹോട്ടലുകൾ ഒരു 4-5 ഹോട്ടലുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തേക്കും പാടിയുള്ള കരുതലുള്ളൂ, ഗ്യാസ് കരുതലുള്ളൂ. പഴയമായിട്ടൊന്നല്ല, വിറകിൻ്റെ ക്ഷാമവും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് വിറകൊന്നും കിട്ടാനില്ല. മൂളി കൊടുക്കുന്ന രീതിയിലേക്ക് ആണ് ഇപ്പം നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് പോകുന്നത്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് നിലപാട് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പൊതു സമ്മേളനത്തിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് എന്താ നിലപാട് പറയാത്തത്? ഗ്യാസിനോട് അനുസരിച്ചിട്ടല്ല, മറ്റുള്ള പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പൊതുവെ ഒരു വാണിജ്യ രംഗത്ത് സമ്പന്നാവസ്ഥ വരും. നമ്മൾ രാജ്യം ശരിയായ നിലപാടെടുക്കുന്നില്ല യുദ്ധത്തിനെതിരായിട്ട്. ഇന്നലെ വരെ ഉണ്ടായത് നമ്മൾ ചേരിയിൽ നിന്നിരുന്നു സമാധാനത്തിൻ്റെ. ഇന്ന് അതിൽ നമ്മുടെ രാജ്യം അവിടുന്ന് വളരെയധികം പുറകോട്ട് പോയി. ഭരിക്കുന്ന ഭരണാധികാരികൾ അതിനെതിരായിട്ടാണ് ഇപ്പം ഇന്ന് നമ്മൾ ഇസ്രായേലിൽ നമ്മൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ. കാരണം ജനങ്ങൾ അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന ജനങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കേരളത്തിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് കിട്ടുന്ന പൈസനെ കൊണ്ട് തുറന്നു പോകാൻ കഴിയുള്ളൂ. ഇന്ന സമയത്ത് ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ഞങ്ങളോട് സാധനം വാങ്ങുന്ന കടക്കാർ, ഹോട്ടൽക്കാർ അധികവും നാളെ മുതൽ അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ബാധിക്കും. അതൊക്കെ തന്നെ ഇതിനുള്ള പിന്നെ ഗവൺമെൻറ് ഇതിന് വളരെ അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇത് ആകെ യുദ്ധം തുടങ്ങിയിട്ട് 1-1.5 ആഴ്ചയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് ഇല്ല, പെട്രോൾ ഇല്ല എന്നുള്ളത് വളരെ അഭാസമെങ്കിൽ നമുക്കിപ്പം ഗ്യാസ് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ വരികയാണ്. അങ്ങനെയാണ് ഈ ഷോപ്പ് പൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്ത് ഗ്യാസ് കിട്ടാത്തൊരവസ്ഥയാണ്. ഗ്യാസിന് കൂടുന്നതനുസരിച്ച് എല്ലാ മുതലിനും വില കൂടുകയാണ്. അപ്പോൾ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാവും. നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയും. കാരണം വെച്ചാൽ ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ട് അത്രയും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് നമ്മൾ. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് നല്ലോണം ഇടപെടാൻ കഴിയും. നമുക്കതിനൊരു പരിഹാരം കാണാൻ നമ്മളെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം മൂലം നമ്മുടെ രാജ്യത്ത് നിലവിൽ ഗ്യാസ് കിട്ടാത്ത അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും വാണിജ്യ ആവശ്യത്തിനായി ഗ്യാസ് നൽകാൻ സാധിക്കില്ല എന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. കൂടാതെ ഹോട്ടലുകളൊക്കെ വലിയ രൂപത്തിൽ അടച്ചുപൂട്ടലിൻ്റെ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ജനങ്ങൾ ഏതു രൂപത്തിലാണ് ബാധിക്കുക എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചു നോക്കാം. ആകെ സ്തംഭിക്കും. പഴയ കാലഘട്ടമല്ല, ഇന്ന് വിറക് വെച്ച് കത്തിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതന്നെ നിർബന്ധം. ഇപ്പം തന്നെ പലരും പിടിക്കലൊടുങ്ങി. വിചാരിച്ചമാതിരി ഗ്യാസ് കിട്ടൂല. പ്രയാസത്തിൽ വമ്പിച്ച പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടിലായിരിക്കും. ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ. നമുക്ക് അങ്ങനെ വലിയ അനുഭവം ഇല്ലാത്തൊരു പ്രശ്നമാണ്. ഇറാഖ് യുദ്ധം, മറ്റേ ഇസ്രായേൽ യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് 1 ആഴ്ച കൊണ്ടൊക്കെ അവസാനിച്ച് നിൽക്കുന്നുണ്ട്. ഇത് നിൽക്കാതെ പോകുന്ന സാഹചര്യമാണ്. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന തന്നെ പറയാം. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ ഹോട്ടലുകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ കാലമല്ല, ഇപ്പോൾ കൂടുതൽ ഹോട്ടലൊക്കെ ആശ്രയിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. ആ നിലക്ക് ഇത് വല്ലാത്തൊരു ദുരിതം ഉണ്ടാകുക, ഇടപെടുന്നില്ല. അത് സത്യമാണല്ലോ. അതിപ്പോൾ ഇപ്പം തന്നെ റഷ്യ പെട്രോൾ കൊടുക്കാന്ന് കരാറായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം റേറ്റ് കൂടാൻ പോകാന്നാണ് പറയുന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ് ഇടപെടുന്നില്ല എന്ന സത്യമാണ്. നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ ഇതിനെ അനുകൂലിച്ചൊരു ഗവൺമെൻറ് പഴയ കാലത്ത് എന്ത് യുദ്ധം ഉണ്ടെങ്കിലും ഒരു ചേരിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ മറുചേരിയിലൊക്കെ ചാടിക്കൊണ്ട് വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ട്. ആ പോക്ക് ഈ പോക്ക് എങ്ങനെ ബാധിക്കും എന്നറിയില്ല. ജനങ്ങൾ അവസാനം പുറത്തിറങ്ങുന്ന സ്ഥിതിയാണ് വരിക. ജനങ്ങൾ ഇറങ്ങേണ്ടി വരും. ആ രൂപത്തിലാണ് പോണത്. ഇപ്പം ഇവിടെ അനുഭവപ്പെടുന്നുള്ളൂ. ഇത് ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു മഹാരാജ്യത്ത് അത്രയധികം സ്റ്റോക്ക് വെക്കുന്ന ഈ പെട്രോളിയം കമ്പനികൾ ഇത് കൃത്രിമമായിട്ട് ഇതിപ്പോൾ കൊടുക്കാതെ നിൽക്കുക. അതെന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇതിന് ലഭ്യത കുറവായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ടും പൈസ കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ 100 രൂപ വാണിജ്യ സിലിണ്ടറിന് 100 രൂപ കയറ്റി, 100 രൂപ കയറ്റി, ഡൊമസ്റ്റിക്കിന് 60 രൂപ കയറ്റി
പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കൈമേൽ പെട്രോളിയം കമ്പനികളെ കയ്യിൽ സ്റ്റോക്കുള്ള ഈ സാധനത്തിനാണ് ഇപ്പം നിലവിൽ കയറ്റിയത്. ഇനി ഇതിലും കൂടും. ഇത് കൂടാൻ വേണ്ടിയിട്ട് ഇവർ കൃത്രിമമായിട്ടാണ് ഇപ്പം ഞാൻ ഹോട്ടലിൽ ഇപ്പം മത്സ്യം സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് അപ്പോൾ നമ്മളൊരു ടൗണിലുള്ള ഹോട്ടലുകൾ ഒരു 4-5 ഹോട്ടലുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തേക്കും പാടിയുള്ള കരുതലുള്ളൂ, ഗ്യാസ് കരുതലുള്ളൂ. പഴയമായിരുന്നല്ല, പിന്നെ വിറകിൻ്റെ ക്ഷാമവും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് വിറകൊന്നും കിട്ടാനില്ല. പിന്നെ ആ വിറക് കത്തിക്കുന്ന പണിക്കാരും ഇല്ല. ആ പഴയ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഗ്യാസിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള കച്ചവടമാണ്. ഇന്നത്തോട് കൂടിയിട്ട് ടൗണിൽ തന്നെ ഒട്ടുമിക്ക ഒരുപാട് പകുതിയിലധികം ഹോട്ടലുകൾ ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് ജനജീവിതത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഇവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് എങ്കിൽ കൂടിയിട്ട് അത് ഒരു കാപട്യമായ ഇതാണ്. നമ്മളെ രാജ്യം നെഹ്റുവിൻ്റെ കാലത്തും ബാക്കിയുള്ള പല കേന്ദ്ര പ്രധാനമന്ത്രിമാരുടെ കാലത്തും വ്യക്തമായി ചേരിചേരാൻ നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന രാജ്യമാണ് ഇത്. ഇപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾക്ക് മൂളിക്കൊടുക്കുന്ന ഒരു ഭരണകൂടം ആണ് ഇപ്പം ഭരിക്കുന്നത്. നമ്മളെ പഴയ പ്രധാനമന്ത്രിമാരെ നിലപാടിൽ നിന്നും വളരെ മാറിയിട്ട് ഇപ്പം ട്രംപിനോട് യാചിക്കേണ്ട ഒരു സ്ഥിതിയിലാണ്. ട്രംപ് നിങ്ങൾ 30 ദിവസത്തേക്ക് നിങ്ങൾ റഷ്യയിലേക്ക് പോയിട്ട് വാങ്ങിക്കോളി അങ്ങനെ പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ഇപ്പോൾ അമേരിക്കനെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യം ആ കാലഘട്ടത്തിലേക്ക് ഭരിക്കുന്ന ഗവൺമെൻറ് എത്തിച്ചേർന്ന് ഇടപെടില്ല, കൃത്യമായിട്ട് ഇടപെടില്ല എന്ന് കഴിഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് മൂളി കൊടുക്കുന്ന രീതിയിലേക്ക് ആണ് ഇപ്പോൾ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് പോകുന്നത്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് നിലപാട് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പിന്നെ പൊതുസമ്മേളനത്തിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രിൻ്റെ നിലപാട് പറഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ് എന്താ നിലപാട് പറയാത്തത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ജനജീവിതം നന്നായിട്ട് ബാധിക്കുന്നത്. ഇന്നുള്ള എല്ലാ സൗകര്യങ്ങളും മനുഷ്യന് നഷ്ടപ്പെടില്ലേ, എല്ലാ ഇതും നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിവിടെ ഇപ്പോൾ വാങ്ങൽ കൊടുക്കലുള്ള സമ്പ്രദായം നിന്നുപോകും. ഇതൊക്കെ ഒരു ഒന്നിൻ്റെ മുകളിൽ തെറ്റി നിൽക്കുന്ന സാധനമാണല്ലോ. പ്രധാനമായിട്ട് ഗ്യാസ് കിട്ടാണ്ടാകുമ്പോൾ ഗ്യാസിനോട് അനുസരിച്ചിട്ടല്ല മറ്റുള്ള പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പൊതുവെ ഒരു വാണിജ്യ രംഗത്ത് സമ്പന്നാവസ്ഥ വരും. നമ്മൾ രാജ്യം ശരിയായ നിലപാടെടുക്കുന്നില്ല യുദ്ധത്തിനെതിരായിട്ട്. ഇന്നലെ വരെ ഉണ്ടായത് നമ്മൾ ചേരിയിൽ നിന്നിരുന്നത് സമാധാനത്തിൻ്റെ. ഇന്ന് അതിൽ നമ്മുടെ രാജ്യം അവിടുന്ന് വളരെയധികം പുറകോട്ട് പോയി. ഭരിക്കുന്ന ഭരണാധികാരികൾ അതിനെതിരായിട്ടാണ്. ഇപ്പം ഇന്ന് നമ്മൾ ഇസ്രായേലിൽ നമ്മൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തി. മുൻകാലങ്ങളിൽ ഇസ്രായേലിൽ നമ്മൾ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ജീവിതം പൂർണ്ണമായിട്ട് ബാധിച്ചു കഴിഞ്ഞു. ഗ്യാസ് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണല്ലോ. മുമ്പത്തെ പോലെ പാചകം കൈകാര്യം ചെയ്യുന്ന രീതിയല്ല. വിറകോ മറ്റൊന്നും ഉപയോഗിച്ചല്ലെന്ന് എല്ലാ വീടുകളിലും, മഹാഭൂരിപക്ഷം വീടുകളിലും ഹോട്ടലുകളിലും ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ലഭ്യമാകാത്ത സാഹചര്യം വലിയ പ്രതിസന്ധി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് കുറേ കടകളൊക്കെ ഹോട്ടലുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. റംസാൻ അവസാനിക്കുന്നതോടുകൂടി ഇതിൻ്റെ വലിയ പ്രതിസന്ധി നമ്മുടെ പ്രദേശം മുഴുവൻ സർക്കാരുകൾ ഇടപെട്ടതിന് അടിയന്തര പ്രാധാന്യത്തോടെ നടപടി സ്വീകരിക്കണം. ഗ്യാസ് മാത്രമല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ക്രമാതീതമായ ക്രൂഡ് ഓയിലിൻ്റെ വിലയെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ വലിയ രൂപത്തിലേക്ക് പ്രതിസന്ധി വരാൻ വേണ്ടി പോവാണ്. ഇല്ല, കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ വൻശക്തികൾ രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണല്ലോ. ആ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാനും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതാണ്. അതേപോലെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് 1 കോടിയിലേറെ ആളുകൾ ഇന്ത്യക്കാർ ഈ പറയുന്ന GCC രാജ്യങ്ങളിലെല്ലാം തൊഴിലെടുക്കുന്നവരാണ്. ഏറെക്കുറെ അവിടെ സെറ്റിൽഡ് ആയവരുണ്ട്. അവരെല്ലാം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. ഉള്ള മലയാളികളെല്ലാം കൊള്ളയടിക്കുന്ന വിമാനത്തിൻ്റെ ചാർജ് വർധനവും എല്ലാം ജീവിതം ദുസ്സഹമാക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിൽ പരിമിതികളുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൽ കാര്യമായ നടപടി സ്വീകരിക്കപ്പെട്ടേ പറ്റൂ. ജനജീവിതത്തെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വീട്ടിലേക്കായാലും പീടികയിലേക്കായാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളെ ഈ സാധാരണക്കാർക്ക് തന്നെ ഈ ചെറിയ പീടികയ്ക്ക് തന്നെ ഇപ്പോൾ ഹോട്ടലുകളൊക്കെ നാളെ മുതൽ അടയ്ക്കുന്നതാണ് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിട്ടാണ്. നമ്മളൊക്കെ ഇപ്പോൾ ലീവ് തന്നെ ആക്കേണ്ടി വരും. ഓരോ അന്നുള്ള പൈസക്ക് കഷ്ടപ്പെട്ട് വരുന്ന നമുക്ക് വരെ പണിയില്ലാതെ ആവുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ജനജീവിതത്തെ വളരെ നല്ലതായിട്ട് ബാധിക്കും. കാരണം ജനങ്ങൾ അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന ജനങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കേരളത്തിലുള്ളത്.
അവരെ സംബന്ധിച്ചിടത്തോളം നന്നെന്ന് കിട്ടുന്ന പൈസനെ കൊണ്ടേ തുറന്നു പോകാൻ കഴിയുള്ളൂ. ഇന്ന സമയത്ത് ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ഞങ്ങളവിടെ സാധനം വാങ്ങുന്ന കടക്കാർ ഹോട്ടൽക്കാർ അധികവും നാളെ മുതൽ അടക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ബാധിക്കും. അതൊക്കെ തന്നെ ഇതിനുള്ള പിന്നെ ഗവൺമെൻറ് ഇതിന് വളരെ അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇത് ആകെ യുദ്ധം തുടങ്ങിയിട്ട് ഒരാഴ്ച 1.5 ആഴ്ചയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് ഇല്ല, പെട്രോളില്ല എന്നുള്ളത് വളരെ അഭാസമാണ്. നിർബന്ധമായിട്ട് ഇടപെടലുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ ഇന്ത്യ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലോണം ഇടപെട്ടിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നതോടുകൂടി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിട്ടുവീഴ്ച ചെയ്യുന്നു. ജനജീവിതത്തെ നല്ലപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. കാരണം വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ കുറവാണ്. ഫുള്ള് ജനങ്ങളും ആളുകളും സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ്. അവർക്ക് ഈ ഗ്യാസ് ഇല്ലാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകുന്ന കാര്യത്തിലായാലും മറ്റേത് വിറകടുപ്പ് കത്തിച്ച് അതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ രാത്രിയും ഉച്ചക്കും വരെയുള്ള കൊണ്ടുപോകാനുള്ളതും ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് വരെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗ്യാസ് എന്തായാലും എല്ലാ വീടുകളിലും നിർബന്ധമാണ്. ഗ്യാസ് ഇല്ലാഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടും. സർക്കാർ അവരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിച്ച് ഇത് നിർത്തലാക്കണം. എന്നെങ്കിൽ പാവപ്പെട്ട ജനങ്ങളായാലും ഏത് ജനങ്ങൾ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ മാർഗം ഇല്ലാതാവും. അതാണ് കച്ചവടം നിൽക്കും, എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാവും. ഈ ഒരു ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മളെ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ യുദ്ധത്തിനെ ബാധിക്കും. എല്ലാവർക്കും, ചെറിയ മേഖലയിലുള്ളവരും വലിയ ആളുകൾക്കും എല്ലാവർക്കും. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഇത് നിർത്തലാക്കി ജനങ്ങളിലേക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നത് എത്രയും നല്ലതാണ്. ഞങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൻ്റെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഗ്യാസ് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ വരികയാണ്. അങ്ങനെയാണ് ഈ ഷോപ്പ് പൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്ത് ഗ്യാസ് കിട്ടാത്തൊരവസ്ഥയാണ്. ഗ്യാസിന് കൂടുന്നതനുസരിച്ച് എല്ലാ മുതലിനും വില കൂടുകയാണ്. അപ്പോൾ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാവും. കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ നിർത്തി സമാധാനത്തോടു കൂടി നല്ലൊരു അന്തരീക്ഷം ഇവിടെ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം പൊതുവെ എല്ലാ ആവശ്യങ്ങളും ഗ്യാസ് മാത്രം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എല്ലാവരും പിന്നെ അത് ബുദ്ധിമുട്ടൊക്കെ കിട്ടാനെങ്കിൽ അടച്ചുപൂടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പോഴും. കാരണം എല്ലാ ആവശ്യങ്ങൾക്കും ഗ്യാസാണ് ഇപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത്. വിറകൊന്നും ആരും ഉപയോഗിക്കാറില്ല. ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, നടത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. യുദ്ധം അതാണല്ലോ നല്ല ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുള്ളൂ. ഗ്യാസ് കിട്ടുള്ളൂ, വല്ല ഗ്യാസും പെട്രോളും ഒക്കെ ക്ഷാമമായിരിക്കില്ല. ഞങ്ങൾ ചോദിച്ചാൽ കിട്ടി സാധനം ഇന്നലെ മാത്രം കിട്ടി, ഇന്നൊന്നും കിട്ടിയില്ല. നിർത്താനുള്ളതിലേക്കാണ് പോകുന്നത്. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് വെച്ചാൽ എല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. പണ്ടത്തെ മാതിരി വിറകിൻ്റെ അടുപ്പൊന്നും ആരും കത്തിക്കുന്നില്ലല്ലോ. ഇപ്പം എല്ലാം ഗ്യാസാണല്ലോ. അപ്പോൾ അത്യാവശ്യ സാധനമാണല്ലോ. കിട്ടിയെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്. നമ്മളെ പോലത്തെ ഉള്ളവർ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ ഉച്ചക്ക് എല്ലാം ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളെ പോലത്തെ കച്ചവടക്കാരൊക്കെ കഴിക്കുന്നത് ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഉള്ളവരെല്ലാം ബാധിക്കില്ലേ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ? നമ്മളെ കേന്ദ്ര സർക്കാർ ഇടപെടണം. നമ്മളെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയും. കാരണം വെച്ചാൽ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും അത്രയും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് നമ്മൾ. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് നല്ലോണം ഇടപെടാൻ കഴിയും. നമുക്കതിനൊരു പരിഹാരം കാണാൻ നമ്മളെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. വേണം, തീർച്ചയായിട്ടും. നമ്മളെ പ്രധാനമന്ത്രി ഇന്ത്യയായിട്ട് ഇറാനുമായിട്ടും മറ്റേ ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആൾക്കാരാണ്. നമ്മളെ മന്ത്രി വിചാരിച്ചാൽ തീർച്ചയായിട്ടും കഴിയും. ഹോട്ടൽ ബിസിനസ്സിനെ നല്ലോണം ബാധിച്ചാൽ ഞങ്ങൾക്ക് കച്ചവടം കുറയും. പിന്നെ പ്ലാസ്റ്റിക്കിനൊക്കെ നല്ലോണം വില കൂടി, കവറിനൊക്കെ വില കൂടിയതുകൊണ്ട് അതും ഞങ്ങളെ ബാധിക്കും. അത് കിട്ടാനില്ല ഇപ്പോൾ. പ്ലാസ്റ്റിക് കവറ് അതൊക്കെ പെട്രോളിയം ഉൽപ്പന്നം ആയതുകൊണ്ട് അതൊക്കെ 100% എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. കച്ചവടം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. രണ്ട് കൂട്ടരെയും സമാധാനത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ 100% ഇടപെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇടപെടേണ്ടതുണ്ട്. അല്ല, ജനജീവിതത്തെ ഈ പെട്രോളിനെ തൊട്ട് കഴിഞ്ഞാൽ ജനജീവിതം മൊത്തം ബാധിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം വീട്ടിൽ ആണെന്നുണ്ടെങ്കിലും ഹോട്ടലിലാണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസാണെന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പെട്രോളിയത്തിൽ ഉണ്ടാക്കുന്ന പല പ്രോഡക്ട്സും ഉണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ കച്ചവടം ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ വില കൂടുകയാണ്. ഓൾറെഡി കൂടിക്കഴിഞ്ഞ് ഇനി ക്ഷാമം നേരിട്ടാൽ അത് എവിടെ ചെന്ന് എത്തുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റൂല. കാരണം പെട്രോൾ ഇത് കിട്ടിയാലല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗ്യാസ് കിട്ടിയില്ലെങ്കിലും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ട് വരും. അത് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം ടൗണിൽ സിറ്റി ലൈഫ് എന്ന് പറയുന്നത് ഹോട്ടലൊരു പ്രധാന സംഗതിയാണ്.
കാരണം ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഹോട്ടലിനെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗ്യാസിൻ്റെ ക്ഷാമം ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു നേട്ടമില്ല. പിന്നെ ഇത് പെട്രോൾ മേഖല ബാധിക്കുന്നത് കൊണ്ട് ഇത് സർക്കാർ ഇതിന് യുദ്ധം അവസാനിപ്പിക്കാൻ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. കാരണം ഇത് മനുഷ്യരെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മാറും. പിന്നെ ഇതിന് പെട്രോള് കിട്ടാത്തൊരവസ്ഥ വരിക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. അപ്പം അത് വളരെ ക്ലിയർ ആണല്ലേ. ശരിക്കും ബാധിക്കും, ശരിക്കും ജനങ്ങളെ ബാധിക്കുമല്ലോ അത്. കാരണം എന്താ വെച്ചാൽ ഈ ഹോട്ടലുകളിലൊക്കെ ഇറങ്ങിയാൽ മറ്റുള്ള ഈ ഗ്യാസ് മാത്രമല്ല അവന് ഉപയോഗിക്കുന്നത്. ഹോട്ടലുകൾക്ക് മറ്റുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപയോഗിക്കില്ല. ഈ അങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോട്ടലിലേക്കുള്ള അരി മറ്റുള്ള സാധനങ്ങൾ എല്ലാ സാധനം ഇവിടെ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഹോട്ടലുകാരൻ പൂട്ടിപ്പോയി കഴിച്ചാൽ ഈ അങ്ങാടിയിൽ നിന്ന് സാധനം പോകില്ലല്ലോ, ഇതിവിടെ കെട്ടിക്കിടക്കൂലേ. അപ്പം എല്ലാവർക്കും അത് ബാധിക്കും, സാധാരണ ജനങ്ങൾ മുഴുവനും അത് ബാധിക്കും. കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ ഇനി ഇടപെടേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് അവർ ഈ ഇപ്പോൾ യുദ്ധം നടത്തുന്ന ഒരു വിഭാഗം ആൾക്കാരായിട്ട് ടൈപ്പിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ ചെറിയ രാഷ്ട്ര നയത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള എന്താണ് രാജ്യത്തിന് പ്രവർത്തിക്കാൻ കഴിയുക അത് പ്രവർത്തിക്കാൻ വേണ്ടത്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാൻ വേണ്ടി അതിന് രാജ്യം ഇന്ത്യ രാജ്യന് മുൻകൈ എടുക്കണം എന്നെ തീരുള്ളൂ എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഏറ്റവും വലിയ ശക്തിയല്ലേ. ചൈന കഴിഞ്ഞ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മൾ. ഇപ്പം ഇന്ത്യ ഒന്നാം സ്ഥാനത്തായി. അപ്പം നമ്മളല്ല അതിന് ശ്രമിക്കേണ്ടത്. നമ്മളത് ഓരോ കൂടെ ഈ യുദ്ധം ചെയ്യുന്നവരെ കൂടുതൽ കൂടിക്കഴിച്ചാൽ യുദ്ധം നിൽക്കൂലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ വീടുകളിലൊക്കെ ഇപ്പം പണ്ട് നമ്മളെ വിറകിൻ്റെ അടുപ്പുകളുണ്ട്. ഇപ്പോൾ ഒരു വീടുകളിലും വിറകിൻ്റെ അടുപ്പില്ല. അപ്പോൾ ഈ ഗ്യാസ് ഇല്ലാതെ ഒരു വീടും ഒരു ഹോട്ടലുകളും ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ മലയാളികളുടെ ഒരു ഇതാണ് എന്താ വെച്ചാൽ ഈ ഒരു നമ്മളെ പഴയകാല ഇതൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പം എന്താ വെച്ചാൽ പഴയ കാലത്തുള്ള തലമുറ ഇതിലേക്ക് തിരിച്ച് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്യാസിലും ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ പിടിപെടും, എല്ലാം കൊണ്ടും ഒരു ഇതാണ്. അപ്പോൾ പഴയ കാലത്തേക്കുള്ള ഒരു ഇത് കൂടി ആണ് ഈ ഗ്യാസിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഈ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരല്ല ഈ ഇവിടെയുള്ള ഹോട്ടൽ ബിസിനസ്സും വീട്ടുകാരൊക്കെ എല്ലാവരും ബാധിക്കും. ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥയാണ്. അതിനെപ്പറ്റി ഇപ്പോൾ ചെന്നൈയിലും ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഹോട്ടലുകളൊക്കെ പൂട്ടി വരികയാണ്. അപ്പോൾ യുദ്ധത്തിന് ഒരു അടിയന്തരമായിട്ടൊരു ഇടപെടലുകൾ എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ടാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിച്ച് ജനജീവിതം സാധാരണ നിലയിലേക്കും വരണം. എല്ലാവർക്കും ശാന്തി സമാധാനമായിട്ട് ഇവിടെ ജീവിക്കണം. രാജ്യം ഇടപെടേണ്ട തീരുമാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം 12 ദിവസമായി ഇപ്പോൾ ഇതിനെപ്പറ്റി നടക്കണേ. അപ്പം നമ്മളെ കേന്ദ്ര സർക്കാർ ഇതിന് വ്യക്തമായ ഒരു ഇടപെടൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവായിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ കേന്ദ്ര സർക്കാർ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം. കേന്ദ്രവും സംസ്ഥാനത്തിന് ഇതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായത്തിന് വലിയൊരു പ്രാധാന്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ കേന്ദ്രമാണ് ഇതിനെ പറ്റിയിട്ട് മെയിനായിട്ട് ഗ്യാസിൻ്റെ പറ്റിയിട്ടല്ലോ ഈ വാണിജ്യ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കോഴിക്കോട് സിറ്റി തന്നെ എത്ര ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ ഈ ഇവിടെ ഈ കേരളത്തിൽ മൊത്തം ഈ ഹോട്ടലുകളും ഈ വീടുകളും എല്ലാം ഇതാക്കണമെങ്കിൽ ഇപ്പോൾ ഗ്യാസിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ് പോണത്. ഗ്യാസ് ഇല്ലാതെ ഒന്നും നടക്കൂല. എന്താ വെച്ചാൽ ഞാൻ പറയണത് ഇതൊക്കെ നമ്മളൊരു വരുന്ന തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഈ ഗ്യാസ് ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഒരു വഴികാട്ടിയായിട്ട് എന്താ വെച്ചാൽ ഗ്യാസിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന പച്ചക്കറിയിലെ ശരിയായ മലയാളം പേര് പോലും അറിയില്ല. അപ്പോൾ ഗ്യാസ് ഈ പഴയ അടുപ്പ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പഠിക്കാനും പാടിയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിനെ കൊണ്ട് വരുന്നത്. പക്ഷേ യുദ്ധം ഒന്നിനും ഒരു അനിവാര്യമല്ല. പക്ഷേ യുദ്ധം നമ്മളെ എല്ലാവരും പാടി എല്ലാ ലോകരാഷ്ട്രങ്ങളെല്ലാവരും പാടി ഇതാക്കിയിട്ട് യുദ്ധം എത്രയും പെട്ടെന്ന് ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമ്മളെ ജനജീവിതം എല്ലാവർക്കും ഒരേ ലെവലിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥയിൽ ഈ ഹോട്ടൽ ബിസിനസ് നടന്നാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ പച്ചക്കറി വിറ്റാലും വീടുകളിലേക്ക് ഈ ഹോട്ടലിൽ മാത്രമല്ല വീടുകളിലേക്ക് പച്ചക്കറി വാങ്ങിയില്ലേ നമുക്ക് ഇവിടെ പച്ചക്കറി പോകില്ലല്ലോ. അപ്പം നമ്മളെ വാണിജ്യം മൊത്തമായിട്ട് എല്ലാം ബ്ലോക്കാവും.